പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്ന പദ്ധതി പ്രദേശത്തെ പാടശേഖര സമിതി. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചാൽ പദ്ധതി എതിർക്കില്ലെന്നും പാടശേഖര സമിതി വ്യക്തമാക്കി. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുകയാണ്. ഇവിടെ ഒരു തരത്തിലും ജലചൂഷണത്തിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ്. കമ്പനിയുടെ അനുമതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളിയിലെ മണ്ണുക്കാട് പദ്ധതി പ്രദേശത്തെ പാടശേഖര സമിതി പ്രവർത്തകർ നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം കൺവീനർ വാരിജാക്ഷൻ, നിങ്ങളുടെ പ്രധാന പരാതി എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കമ്പനിയെ എതിർക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? ഞങ്ങൾക്ക് വ്യവസായം വരുന്നതിനോട് യാതൊരു തടസ്സമില്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ ഞങ്ങൾക്ക് കുടിവെള്ളം, ഞങ്ങൾക്ക് ഈ കുടിവെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ മറ്റേ മലമ്പുഴ വെള്ളമോ വാളയാർ വെള്ളമോ അല്ല വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ചെറിയ ചെറിയ ബോറിനെ ആശ്രയിച്ചിട്ട് ഓരോരോ യൂണിറ്റ്, അങ്ങനെ 10-11 യൂണിറ്റ് ഉണ്ട്. ആ ബോർ യൂണിറ്റിൽ വെള്ളം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിലവിൽ ബോർ ഇടുകയാണെങ്കിൽ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ വെള്ളം മുട്ടിപ്പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനോട് എതിർക്കുന്നത്. പിന്നെ അതല്ലാതെ ഇപ്പം നമുക്കിവിടെ ഞങ്ങളുടെ പാടശേഖരത്തിൽ 11-12 ജലസ്രോതസ്സുകളുണ്ട്. വലിയ വലിയ കുളങ്ങൾ, അതായത് 1 ഏക്കർ 1.5 ഏക്കർ വിസ്തൃതിയുള്ള കുളങ്ങളുണ്ട്. ആ കുളങ്ങളിലേക്ക് ധാരാളം വെള്ളം എത്തിക്കുകയാണെങ്കിൽ അതെല്ലാം നിറയുന്നതാണ്. അതിനൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് ആ കുളങ്ങളിലേക്കെല്ലാം വെള്ളത്തെ സഫീഷ്യൻ്റായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം സൂക്ഷിച്ച് ഞങ്ങൾക്ക് കൃഷിക്കുമായി കുടിവെള്ളത്തിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. മുഖ്യമന്ത്രിയോ ഇതിൻ്റെ വ്യവസായ മന്ത്രിയോ ഇവിടെ വന്ന് നേരിട്ട് സ്ഥലം സന്ദർശിച്ച് ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഒന്ന് വിലയിരുത്തി എന്ന ശേഷം അവർ നമുക്ക് വ്യവസായം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അവർക്ക് ആ ബോധ്യം മനസ്സിലാവല്ലോ. അതായത് ഈ ബോർവെല് വെച്ച് വെള്ളം എടുക്കരുതെന്ന് മാത്രമാണ് നിങ്ങളുടെ ആവശ്യം. വ്യവസായം വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തർക്കമില്ലെന്ന് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ ബോർ ഊറ്റിയിട്ട് ബോറിലെ വെള്ളം ഊറ്റിയിട്ട് ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ പാടില്ലെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുണ്ട്. അതിപ്പോൾ ഇവർ ഈ കമ്പനിയും അതോടൊപ്പം തന്നെ സർക്കാരൊക്കെ പറയുന്നുണ്ട് ഭൂഗർഭജലം എല്ലാം ഉപയോഗിക്കുന്നത് വേറെ രീതിയിൽ, അത് മഴവെള്ള സംഭരണി വെച്ചിട്ടാണ് വെള്ളം അവരെടുക്കുക, അല്ലെങ്കിൽ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ സഹായം കൂടി തേടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബോർവെൽ എടുക്കുന്നില്ല എന്ന് സർക്കാരും കമ്പനിയും പറയുന്ന സാഹചര്യത്തിൽ അപ്പോൾ പിന്നെ എതിർപ്പിന് പ്രസക്തി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് ഇത് ഉറപ്പാക്കി കിട്ടിയാലേ ബോർ ഒരു ഊറ്റില്ല, കുടിവെള്ളം ബോറ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വ്യവസായം വരുന്നതിനോട് തടസ്സമൊന്നുമില്ല. ഞങ്ങൾക്ക് തടസ്സങ്ങൾ, കാരണം വ്യവസായങ്ങൾ വരണം. അപ്പോൾ ഞങ്ങൾക്ക് വ്യവസായം വരണമെങ്കിൽ കുറച്ച് തൊഴിലുകൾ ഞങ്ങൾ പ്രദേശവാസികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിൽ കിട്ടണം, വരണം. പക്ഷെ ഒരു കാരണവശാലും ഭൂഗർഭജലം ഊറ്റിയിട്ടുള്ള ഒരു പരിപാടി ഞങ്ങൾക്ക് അതിൽ മാത്രമാണ് അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിൽ മാത്രമാണ്. അതാണ് ഇവർ പറയുന്നത്. അതായത് ഇവരുടെ എതിർപ്പ് എന്ന് പറയുന്നത് ഇവർക്കൊരു ഉറപ്പ് കിട്ടേണ്ടത് ഭൂഗർഭജലം ഉപയോഗിക്കാൻ പാടില്ല, ബോർവെൽ വെച്ച് വെള്ളം എടുക്കരുത്, അല്ലാത്ത രീതിയിൽ വെള്ളം കൊണ്ടുവരുന്നതിനോട് എതിർപ്പില്ല, വ്യവസായത്തോട് എതിർപ്പില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഒരു കൃത്യമായ ഉറപ്പ് കിട്ടണമെന്നാണ് കർഷകർ പറയുന്നത്. ക്യാമറാമാൻ രമേശ് രാമനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, ഈ മദ്യക്കമ്പനി വരുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന കാര്യം എന്നുള്ളത് ഈ കുടിവെള്ളം എന്നുള്ളത് തന്നെയായിരുന്നു. ഈ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ളൊരു പദ്ധതി നടപ്പിലാക്കില്ല എന്നുള്ളതായിരുന്നു. എന്തൊക്കെ ആശങ്കകളാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത്? അതിന് ഇപ്പോൾ അവിടുത്തെ പാടശേഖര സമിതിയുടെ പ്രതികരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആ മേഖലയിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ സാധാരണ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ സമരങ്ങളെല്ലാം തന്നെ ഈ പദ്ധതിയെ വേണ്ട, പദ്ധതി പൂർണ്ണമായും പിൻവലിക്കണം, പദ്ധതിക്കുള്ള അനുമതി പൂർണ്ണമായും പിൻവലിക്കണം എന്നുള്ള പ്രതികരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നത്. ഇതിപ്പോൾ പാടശേഖര സമിതി അവിടെ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അവരുടെ ആശങ്ക എന്ന് പറയുന്നത് അവിടെ ഒരു കാരണവശാലും ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്നുള്ളൊരു ഉറപ്പ്, സാധാരണ ഇത്തരത്തിൽ ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന കമ്പനികൾ പിന്നീട് അത് ഉപയോഗിക്കുന്ന കാഴ്ച ആ പ്രദേശത്തുള്ള ആളുകൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്നൊരു ഉറപ്പ് ലഭിച്ചാൽ ഈ പദ്ധതിയോട് എതിർപ്പില്ല എന്നതാണ് ഇവിടുത്തെ പാടശേഖര സമിതിയുടെ കൺവീനറായ വാരിജാക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അവർ പറയുന്ന അവരുടെ ഒരു ആശങ്ക ഇതിൽ മാത്രമാണ്. അവിടെ കുടിവെള്ളത്തിനാണെങ്കിലും അവിടെ കൃഷിക്കാണെങ്കിലും എല്ലാം ഇപ്പോൾ ബോർവെല്ലിൽ നേരത്തെ കുഴൽക്കിണറുകളിൽ നേരത്തെ കുഴിച്ചിട്ടുള്ള പലതിലും ഇപ്പോൾ വെള്ളം കിട്ടുന്ന സാഹചര്യമില്ല, ചിലതിൽ മാത്രമാണ് വെള്ളമുള്ളത്. അതോടൊപ്പം തന്നെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വാളയാർ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ജലസേചന കനാലിലൂടെ വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വെള്ളത്തിന് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പ്രദേശമാണ്, ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ വീണ്ടും ഒരു കമ്പനി വരികയും കുഴൽക്കിണർ കുഴിച്ച് വെള്ളമെടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നതാണ് പറയുന്നത്. പക്ഷേ കമ്പനിയും സർക്കാരും എല്ലാം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ബോർവെൽ
ഉണ്ടാവില്ല. ഭൂഗർഭജലം ഉപയോഗപ്പെടുത്താനുള്ള നീക്കങ്ങളല്ല നടക്കുന്നത്. അതല്ലാതെ മഴവെള്ള സംഭരണിയും അതോടൊപ്പം തന്നെ അവിടെ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയുമാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത് കർഷകർ പറയുന്നത് അത് കൃത്യമായൊരു ഉറപ്പ് ലഭിച്ചാൽ ഞങ്ങൾ അതിനോട് വിയോജിപ്പില്ല, അതിനോട് അനുകൂലിക്കുന്നു, വികസനം വരുന്നതിനോട് എതിർപ്പില്ല എന്നുള്ളതാണ് പാടശേഖര സമിതിയുടെ ഒരു അഭിപ്രായമായി വരുന്നത്. എന്തായാലും അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ അവിടുത്തെ കർഷകർ ഉൾപ്പെടുന്ന പാടശേഖര സമിതി, 100ഓളം കർഷകർ ഉൾപ്പെടുന്നതാണ് ഈ പാടശേഖര സമിതി. ആ കർഷകരുടെ പ്രതിനിധിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.